ഓഫീസിൽ നടന്ന ചട്ടവിരുദ്ധ നിയമനത്തെക്കുറിച്ച് കേട്ടോ? മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിലെ നിയമനമാണ് ഇപ്പോൾ വിവാദമാകുന്നത്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിച്ച CJ സുരേഷ് കുമാറിനെ അതേ തസ്തികയിൽ വീണ്ടും നിയമിക്കുകയാണ്. പുനർനിയമന വ്യവസ്ഥ ലംഘിച്ചാണ് ഈ നിയമനം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും ഒരേപോലെ മുന്നോട്ട് വെച്ചൊരു കാര്യമാണ് സ്റ്റാഫ് നിയമനം. ഒരു നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരെ മാത്രമേ നിയമിക്കാൻ പാടുള്ളൂ, പ്രത്യേകിച്ചും പ്രൈവറ്റ് സെക്രട്ടറി, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി തസ്തികകളിലേക്ക് വിരമിച്ചവരെ നിയമിക്കാൻ പാടില്ല. രണ്ടാം പിണറായി സർക്കാരിന്റെ ഈ നിലപാടിൽ വിരമിച്ചവർ ഉൾപ്പെടെ പല മന്ത്രിമാരുടെയും സ്റ്റാഫുകളെ ഒഴിവാക്കുന്ന കേസുകൾ വരെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ തുടക്കം മുതലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതൊന്നും ബാധകമല്ല. KM എബ്രഹാമിന്റെ ഓഫീസിലെ ജോയിന്റ് സെക്രട്ടറി തസ്തികയിലാണ് സുരേഷ് കുമാർ ജോലി ചെയ്തിരുന്നത്. സെക്രട്ടേറിയറ്റിൽ കേദാർ പോസ്റ്റിലിരിക്കുമ്പോഴാണ് സുരേഷ് കുമാർ വിരമിക്കുന്നത്. വിരമിച്ച ഒരാളെ പുനർനിയമിക്കാൻ പുതിയൊരു തസ്തിക രൂപീകരിച്ച് ധനവകുപ്പിന്റെയും AGയുടെയും അനുവാദം വാങ്ങി പ്രത്യേക തസ്തികയിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ CJ സുരേഷ് കുമാറിനെ വീണ്ടും അതേ തസ്തികയിലേക്ക് തന്നെ നിയമിച്ചിരിക്കുകയാണ്. വിജിലൻസ് ക്ലിയറൻസും ധനവകുപ്പിന്റെ അനുമതിയുമെല്ലാം വാങ്ങിയാണ് ഒരാളുടെ സർവീസ് കാലാവധി നീട്ടിക്കൊടുക്കേണ്ടത്. ഇത് ധനമന്ത്രിയും AGയും ശക്തമായി എതിർക്കുകയും ചെയ്തു. സുപ്രീം കോടതിയുടെ ഉത്തരവുകളുടെയും സർക്കാർ ചട്ടങ്ങളുടെയും ലംഘനമാണിത് എന്ന് AG ചൂണ്ടിക്കാട്ടി. ക്യാബിനറ്റിൽ കൊണ്ടുവന്ന് ഓവർറൂൾ ചെയ്തായിരുന്നു സുരേഷിന്റെ നിയമനം. എന്തിനാണ് സർക്കാർ ഇപ്പോൾ ഈ നിയമനം നടത്തിയത്? ഇതിപ്പോൾ ആദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ. നമ്മുടെ പിണറായി സർക്കാർ ആദ്യ വർഷം പിന്നിട്ടപ്പോൾ മുതൽ തുടങ്ങിയ വിവാദ വേലിയേറ്റങ്ങളുടെ ഒടുവിലത്തെ അധ്യായമായിരുന്നു സജി ചെറിയാന്റെ രാജി. സ്പ്രിംഗ്ലർ, സ്വർണ്ണക്കടത്ത്, PSC നിയമന വിവാദം, ആഴക്കടൽ മത്സ്യബന്ധനം തുടങ്ങി ഒട്ടേറെ വിവാദങ്ങൾ കഴിഞ്ഞാണ് തിരഞ്ഞെടുപ്പിൽ 99 സീറ്റുകൾ നേടി ഭരണം നേടിയത്. സജി ചെറിയാന്റെ രാജിക്ക് ശേഷം അവതരിപ്പിക്കുന്ന അടുത്ത വിവാദം പുനർനിയമനം. മുഖ്യന്റെ ഓഫീസിലല്ലേ, ചുമ്മാ അങ്ങ് കയറ്റിവിട്ടതാ. ഇതിപ്പോൾ ആരെങ്കിലും അന്വേഷിച്ചു ചെന്നാലോ? കടക്ക പുറത്ത് എന്ന മുഖ്യന്റെ ഐക്കോണിക് ഡയലോഗും. ഇതിപ്പോൾ നമ്മുടെ ദാസന് എന്നും വിവാദങ്ങളാണല്ലോ. വിവാദങ്ങളല്ലാത്തത് വാർത്തയാകട്ടെ, അതല്ലേ ഹീറോയിസം. ഏത്